ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇഫ്താർ പാർട്ടിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും അവരെല്ലാവരും ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് മുസഫയിലെ ഡൈനിങ് ഔട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മളിതാ ഹോട്ടലിൻ്റെ അവിടെ എത്തി. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ ഇതാ ഇവിടെ പാർട്ടിക്കായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പേര് നേരത്തെ എത്തിയിട്ടുണ്ട്, കുറച്ച് പേര് എത്താൻ വൈകിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോമ്പുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ടതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ കളിച്ച് മതിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം നമ്മളൊരു ഹോട്ടലിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോമ്പ് ഉള്ളവരെല്ലാം നോമ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം മെയിൻ കോഴ്സിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഒത്തിരി വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. മെയിൻ കോഴ്സായിട്ട് ചില്ലി ചിക്കൻ, അതുപോലെ പത്തിരി, ഗോബി മഞ്ചൂരി, അപ്പം, പൊറോട്ട, ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനെ പറയാം ഒത്തിരി നല്ല വിഭവങ്ങളുണ്ടായിരുന്നു. ചിക്കൻ തിക്ക, അങ്ങനെ സംഭവം അടിപൊളി ഭക്ഷണമായിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടോ. മക്കളും എല്ലാവരും കുറേ കാലത്തിന് ശേഷം കണ്ട കാരണം കൊണ്ട് എല്ലാവരും കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. Bye. എന്തായാലും അടിപൊളി പാർട്ടി തന്നെയായിരുന്നു. പിന്നെ അതുപോലെ എല്ലാവരും ഒത്തിരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് പിരിഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിയിൽ അബുദാബി പെരുന്നാളിൽ പ്രമാണിച്ച് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടുള്ള ലൈറ്റാണ് കേട്ടോ ഇത്.
ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ കോർണിഷിലോട്ട് വിടാം. അവിടെയും അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മൾ കോർണിഷ് റോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി വ്യൂ ആണ് നമുക്ക് ഈ കോർണിഷ് റോഡ് സമ്മാനിക്കുന്നത്. അടിപൊളിയായിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റ് വെച്ചിട്ട്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും അബുദാബി കോർണിഷ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഒരു നൈറ്റ് ഡ്രൈവ് ഇതുകൂടെ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ. തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ നമുക്കൊന്ന് നന്നായി ആസ്വദിച്ചിട്ട് പോവാം. നല്ല രസമാണ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ആസ്വദിച്ച് ഇങ്ങനെ പോവാം. അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ കുറച്ചും കൂടി ദൂരം ഉണ്ട് കേട്ടോ കോർണിഷ് റോഡ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇഫ്താർ പാർട്ടി വരുന്നതും ഈ ലൈറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ആരും കാണാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് റംദാൻ കരീം. താങ്ക്